നമസ്കാരം. ഹെൽമെറ്റ് വെച്ചാൽ മുടി കൊഴിയും. ഹെൽമെറ്റ് വെച്ചാൽ താരൻ വരും. ഹെൽമെറ്റ് വെച്ചാൽ പെയിൻ ശല്യം ഉണ്ടാവും, തലവേദന ഉണ്ടാവും, മൈഗ്രെയിൻ ഉണ്ടാവും, ബ്രെയിൻ ട്യൂമർ ഉണ്ടാവും, ക്യാൻസർ ഉണ്ടാവും, കുന്തം ഉണ്ടാവും, കുടച്ചക്രം ഉണ്ടാവും. ഒരുപാട് കേട്ടിട്ടുള്ളതായിരിക്കാം. അതുപോലെയാണ് ചെരുപ്പിടാതെ നടക്കുന്നതിനെ കുറിച്ച് ചിലർ പറയുന്നത്. ചെരുപ്പിട്ടാൽ കാലിൻ്റെ ഷേപ്പ് മാറും, കാലിന് ഞരമ്പുകൾക്ക് മസാജിങ് കിട്ടില്ല, ചെരുപ്പില്ലാണ്ട് മണലിൽ നടന്നാൽ പ്രകൃതിയുമായിട്ട് അടക്കാം, അതെ, പ്രകൃതിയിലേക്ക് മടങ്ങാം പെട്ടെന്ന് പ്രമേഹ രോഗികൾക്ക് ചെരുപ്പില്ലാണ്ട് നടന്നാൽ. ഇത്തരത്തിലുള്ള ശുദ്ധ അസംബന്ധം ഈ അടുത്ത കാലത്ത് വളരെ പേര് കേട്ട വളരെ പ്രശസ്തമായ ഒരു ഓൺലൈൻ പോർട്ടലിൽ കാണാനിടയായി. ചെരുപ്പിടാതെ മണ്ണിൽ നടക്കണം, ഡോക്ടർമാർ പറയുന്നു എന്നാണ് അതിൻ്റെ പേര്. ഞാൻ ഈ പോർട്ടലിൻ്റെ പേര് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല, താല്പര്യമുള്ളവർക്ക് സെർച്ച് ചെയ്തെടുക്കാം. പേര് പറയാതിരിക്കാൻ പ്രത്യേക കാരണം തന്നെയുണ്ട്, വെറുതെ അവർക്കൊരു പബ്ലിസിറ്റി ആവണ്ട, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൽ പറഞ്ഞ വിവരക്കേടുകൾ, ക്ഷമിക്കണം ആ ഒരു വാക്ക് പ്രയോഗിക്കുന്നതിൽ, പക്ഷെ ശുദ്ധ വിവരക്കേടുകളാണ്. പ്രമേഹ രോഗികളെ ഇത്രയും മാത്രം അപകടത്തിലേക്ക് തള്ളിവിടുന്നതായിട്ടുള്ള വാർത്തകൾ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും വായിച്ചിട്ടില്ല. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇന്നത്തെ കാലത്ത് വീട്ടിനകത്ത് വരെ ചെരുപ്പില്ലാതെ നടക്കാൻ പോലും ആരും താല്പര്യം കാണിക്കാറില്ല. ഇവർ ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടാക്കിയ ആധുനിക വീടുകളിലൊന്നും കയറിയിട്ടില്ലെന്ന് വേണം പറയാൻ. കാരണം വീട്ടിൻ്റെ അകത്ത് ഇടാൻ വേണ്ടി മാത്രം 3-4 ജോഡി ചെരുപ്പുകളാണ് ആൾക്കാർ ഇക്കാലത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് പറയപ്പെടുന്ന കാരണങ്ങൾ, ഇവർ പറഞ്ഞിട്ടുള്ള കാരണങ്ങൾ. എന്നാൽ ചെരുപ്പില്ലാതെ മണ്ണിലൂടെ കുറച്ചു നേരമെങ്കിലും നടക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. അതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട്. ആരാണാവോ ഈ ആരോഗ്യ വിദഗ്ധര്? പ്രമേഹപാത രോഗത്തെക്കുറിച്ച് ABCD പോലും അറിയാത്ത, അടിസ്ഥാനപരമായിട്ടുള്ള വിവരമില്ലാത്തവരാരുമാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പ്രമേഹപാത രോഗം, ഡയബറ്റിക് ഫുഡ് ഡിസീസ് എന്ന് ഇവർക്ക് ഒരു ഐഡിയ ഇല്ല. അതിന് പറയപ്പെടുന്ന കാരണങ്ങൾ രസകരമാണ്. പാദത്തിൻ്റെ ഷെയ്പ്പാണ് അത്ര. നമ്മുടെ കാൽപാദത്തിൻ്റെ ഷെയ്പ്പ് കൃത്യമായി നിലനിൽക്കണമെങ്കിൽ നമ്മൾ കുറച്ചു നേരമെങ്കിലും ചെരുപ്പില്ലാതെ നടക്കണമെന്ന് പറയുന്നു. പാദത്തിൻ്റെ ഷെയ്പ്പ് രൂപപ്പെടുന്നത് എപ്പോഴാണെന്ന് അറിയാവോ? മുതിർന്നവരിലല്ല. പാദത്തിൻ്റെ ഷെയ്പ്പ് രൂപപ്പെടുന്നത് ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം നടന്നു തുടങ്ങുമ്പോഴാണ് പാദത്തിൻ്റെ ആർച്ചും പാദത്തിൻ്റെ വലിപ്പവും അതൊക്കെ നിർണ്ണയിക്കപ്പെടുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ ജനറ്റിക്സിൽ, അതായത് പാരമ്പര്യമായിട്ട് തന്നെയാണ് നമ്മുടെ പാദത്തിൻ്റെ വലിപ്പം തീരുമാനിക്കപ്പെടുന്നത്. അല്ലാണ്ട് നമ്മളല്ല തീരുമാനിക്കുന്നത്. അതായത് എൻ്റെ അച്ഛനോ അമ്മയോ എനിക്ക് പകർന്നു തന്നിട്ടുള്ള, ജീൻസിലൂടെ എനിക്ക് പകർന്നു തന്നിട്ടുള്ള പാദത്തിൻ്റെ ഷേപ്പായിരിക്കും എനിക്ക് കിട്ടുന്നത്. പിന്നെ ഒരു പരിധിവരെ ഞാൻ നടന്നു തുടങ്ങുമ്പോൾ ആ പ്രതലത്തിൻ്റെ അനുസരിച്ചും എൻ്റെ പ്രയോഗത്തിനനുസരിച്ചും ഇത് മാറും. അതുകൊണ്ടാണ് നടക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ കുഞ്ഞുങ്ങൾക്ക് ഫ്ലാറ്റ് ഫീറ്റ് ആയിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരെ പാദങ്ങൾ വെറുതെ പരന്ന പലക പോലെ ഇരിക്കും. എന്നാൽ അവർ നടന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും, സ്കൂളിൽ പോകുന്ന സമയമാകുമ്പോഴേക്കാണ് ആർച്ച് രൂപപ്പെടുന്നത്, പാദത്തിൻ്റെ ആർച്ച്. ദാറ്റ് ഈസ് ഫിസിയോളജി. അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പോലും അറിയാത്ത ആരുമാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതായത് മുതിർന്നവരിലും പാദത്തിൻ്റെ ഷെയ്പ്പ് കൃത്യമായിട്ട് നിലനിൽക്കണമെങ്കിൽ, റോങ്. പാദത്തിൻ്റെ ഷെയ്പ്പ് മാറുന്നതിൽ പ്രമേഹത്തിന് വലിയൊരു പങ്കുണ്ട്. ആ ഷെയ്പ്പ് നിലനിർത്തണം, കൃത്യമായി ഫിസിയോളജിക്കലി നിലനിർത്തണമെങ്കിൽ പാദരക്ഷകൾക്ക് വലിയൊരു പങ്കുണ്ട്. പാദരക്ഷകളില്ലാണ്ട് ഒരു കാരണവശാലും പ്രമേഹ രോഗികൾ നടക്കരുത്. ഇൻഫാക്ട് പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് കാലുകൾ നിലത്തേക്ക് വെക്കുന്നുണ്ടെങ്കിൽ അത് ചെരുപ്പിലോട്ടായിരിക്കണം, പാദരക്ഷകളിലോട്ടായിരിക്കണം. ഇൻഡോർ ഓർ ഔട്ട്ഡോർ, വീട്ടിൻ്റെ അകത്തായിക്കോട്ടെ പുറത്തായിക്കോട്ടെ, ഏത് സാഹചര്യത്തിലായിക്കോട്ടെ നിങ്ങൾക്ക് അനുയോജ്യമായ പാദരക്ഷകൾ നിർബന്ധമാണ് പ്രമേഹമുള്ളവരിൽ. ഐ എം ടോക്കിംഗ് ഓൺലി അബൌട്ട് ഡയബറ്റിക്സ്. ഇനിയിപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന അടുത്ത കാരണം സന്തുലിതാവസ്ഥ. കുറച്ചു നേരം മണ്ണിലൂടെ എന്നും രാവിലെ നടക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥയെ പോലും നിലനിർത്താൻ സഹായിക്കും. പണ്ട് ഇത്രയൊന്നും മലിനീകരണമൊന്നും ഇല്ലാതിരുന്ന കാലത്ത് മണ്ണിലൂടെയൊക്കെ നടക്കുന്ന ഒരു സുഖമായിരുന്നു. വേണമെങ്കിൽ അത് ആരോഗ്യത്തിന് നല്ലതായിരുന്നു എന്ന് വേണം പറയാം. ഇന്ന് നിങ്ങൾ നടക്കാൻ പോയിട്ടുണ്ടെങ്കിൽ കണ്ട കുപ്പിച്ചില്ലും ചവറും മാലിന്യങ്ങളും അടുക്കും എല്ലാം നിങ്ങളുടെ കാലിൽ കയറും എന്നുള്ളതിൽ ഒരു സംശയമില്ല. മാത്രമല്ല,
കേരളത്തിന്റെ പ്രത്യേക കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ ചെരുപ്പില്ലാണ്ട് മണ്ണിലൂടെ നടക്കുന്നത് കാലിന് പൊള്ളലേൽക്കാൻ വരെ കാരണമാവും. ഒരു കാരണവശാലും പ്രമേഹ രോഗികൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണിത്. പിന്നെ അടുത്തത് വളരെ വൻ കോമഡിയാണ്, എനർജി. ഓരോ ദിവസവും മനസ്സ് അസ്വസ്ഥപ്പെടാം, പക്ഷെ ചെരുപ്പില്ലാതെ മണ്ണിലൂടെ നടക്കുമ്പോൾ ഭൂമിയുമായി ബന്ധമുണ്ടാകും. ഭൂമിയുമായും എല്ലാ ബന്ധം ഉണ്ടാവുന്ന മാലിന്യങ്ങളുമായിട്ടാണ് ബന്ധം ഉണ്ടാവുന്നത്. പ്രത്യേകിച്ച് എറണാകുളത്തൊക്കെ ആണെങ്കിൽ ചെരുപ്പില്ലാണ്ട് ഈ എറണാകുളത്തെ ഏതെങ്കിലും ഒരു റോഡിലൂടെ നടക്കാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? ഞാൻ ഈ എറണാകുളത്ത് ജനിച്ചു വളർന്ന ആളായതുകൊണ്ട് ഞാൻ പറയുക, കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന റോഡുകളൊന്നും അല്ല ഇപ്പോൾ. മാലിന്യങ്ങൾ നിറഞ്ഞതാണ്, എല്ലായിടത്തും അഴുക്കാണ്. കൂടാതെ ഇവിടുത്തെ കാനകൾക്ക് മൂടി പോലും ഇല്ല, എല്ലാം തുറന്നു കിടക്കുന്നവയാണ്. കഷ്ടകാലത്ത് ഇനി ചെരുപ്പില്ലാതെ നടക്കുമ്പോൾ അതിൻ്റെ അകത്ത് കിടന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, തീർന്നു, കഥ തീർന്നു. സോ ഡെഫിനറ്റ്ലി നോട്ട് എ ഗുഡ് ഐഡിയ. ഇവർ പറഞ്ഞ വേറൊരു കാര്യം, ഇത് ശരീരത്തിലേക്ക് എനർജി നൽകും, മനസ്സിനെയും ശാന്തമാക്കും. പിന്നെ ടെൻഷൻ, മനസ്സ് ശാന്തമായാൽ അത് ടെൻഷൻ കുറയും, ഇങ്ങനെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാം. റോങ്. ചെരുപ്പില്ലാതെ നടക്കുന്നതിലൂടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാം എന്ന് കരുതുന്നത് ശുദ്ധ വിവരക്കേടാണ്. ഓക്കെ, ഇത് നല്ല ഉറക്കം ലഭിക്കാൻ പോലും സഹായിക്കും. വേദന, ശരീരത്തിലുണ്ടാകുന്ന വേദന, വീക്കം എന്നിവ കുറയ്ക്കാൻ പതിവായി കുറച്ചു നേരമെങ്കിലും മുറ്റത്ത് ചെരുപ്പില്ലാതെ നടക്കുന്നത് നല്ലതാണ്. ഒരുപക്ഷെ നല്ല വൃത്തിയുള്ള മുറ്റമൊക്കെ ഉള്ള നിങ്ങൾക്ക്, ഭാഗ്യമുള്ള ചിലർക്കൊക്കെ ഒരുപക്ഷെ ഇത് സാധിക്കും. എന്നാലും പ്രമേഹമുള്ളവർക്ക് ഞാനിത് അഡ്വൈസ് ചെയ്യില്ല. ഐ വിൽ നോട്ട് അഡ്വൈസ് ദാറ്റ്. നിങ്ങളുടെ മുറ്റത്താണെങ്കിലും ചെരുപ്പില്ലാണ്ട് നടക്കണ്ട. പോസിറ്റീവ് എനർജിയെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ രോഗപ്രതിരോധ ശക്തി, അടുത്ത വിവരക്കേട്. രോഗപ്രതിരോധ ശക്തി, മണ്ണിലൂടെ ചെരുപ്പില്ലാതെ നടക്കുന്നത് രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. റോങ്. മണ്ണിലൂടെ ചെരുപ്പില്ലാണ്ട് നടക്കുന്നത് പരിക്കുകൾ ഏൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു, അല്ലാണ്ട് രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നില്ല. ഇത് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ടെന്നാണ് ഇവർ പറഞ്ഞു വരുന്നത്. ഇതുപോലെ അട്ടർ നോൺസെൻസ്, ഈ എന്താ പറയുന്ന, ഈ ഹാഫ് ട്രൂത്ത്സ് ഒക്കെ എന്നൊക്കെ ഇല്ലേ, ഹാഫ് ബേക്ഡ് സയൻസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. ഇത് വേറെ ഇതിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രോണുകൾ, ഭൂമിയുടെ പ്രതലത്തിൽ ധാരാളം ഇലക്ട്രോണുകൾ അടങ്ങിയിരിക്കുന്നു. എൻ്റെ സഹോദര അല്ലെങ്കിൽ സഹോദരി, ഈ എഴുതിയ വിവരം കെട്ട സഹോദര സഹോദരി, ഇലക്ട്രോണുകൾ ഓരോ കോശത്തിൻ്റെയും ഭാഗമാണ്. ബിക്കോസ് each cell is made up of atoms and each atom is made up of electrons, neutrons and protons. 3ാം ക്ലാസ്സിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതിന് ഭൂമിയിൽ ചെരുപ്പില്ലാണ്ട് നടക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾ ശ്വസിക്കുന്ന വായുവിൽ ഇലക്ട്രോൺസ് ഉണ്ട്, ബിക്കോസ് അതിൽ ആറ്റംസ് ഉണ്ട്. ഓക്കെ, ഇതെല്ലാം നാച്ചുറൽ ആൻറ്റി ഓക്സിഡൻസ് ആണ്. ഇലക്ട്രോൺസ് നാച്ചുറൽ ആൻറ്റി ഓക്സിഡൻസ് ആണ് ഇത്രയും എന്ന് ആരാണ് ഈ ശാസ്ത്രം ഉണ്ടാക്കിയ, ഈ എഴുതിയിരിക്കുന്ന ശാസ്ത്രം എഴുതി കൂട്ടിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഇതൊക്കെ വൻ കോമഡി മാത്രമായിട്ട് കണ്ട് ഇതിനെ അവഗണിക്കണം എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഐ എം സോറി, ഇത്തരത്തിലുള്ള വളരെ വളരെ കട്ടിയായ വാക്കുകൾ ഉപയോഗിക്കേണ്ടി വന്നതിൽ. പക്ഷെ ഇത് വളരെ പേരുകേട്ട ഒരു പോർട്ടലാണ്. ദാറ്റ് ഈസ് വാട്ട് സർപ്രൈസസ് മീ. ഇലക്ട്രോൺസ് ആണ് അത്ര. ഇലക്ട്രോൺസ് എല്ലാ ആറ്റംസിലും ഉണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അതിന് ഈ പ്രമേഹ രോഗികൾ ചെരുപ്പില്ലാണ്ട് നടക്കണം എന്നാണോ പറഞ്ഞു വരുന്നത്? സോ പ്ലീസ് ഡോണ്ട് ബിലീവ് ദിസ് നോൺസെൻസ്. ഇനിയിപ്പോൾ എന്നെ തെറി വിളിക്കാനും അല്ലെങ്കിൽ എന്നെ ചൊറിയാനും ഒരുപാട് പേര് വരും. കാരണം ഈ ഇലക്ട്രോൺസിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ ഈ ചെരുപ്പില്ലാണ്ട് നടക്കുന്നത്, ഇതിൻ്റെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ഇതിനെ വൻ സംഭവമായിട്ട് ചെരുപ്പില്ലാതെ നടക്കുന്നത്. ഞാൻ ചിലരെങ്കിലും ഇവിടെ കാണാറുണ്ട്. ദേ ആർ ആസ്കിങ് ഫോർ ട്രബിൾ. ഹെൽമെറ്റ് ഇല്ലാണ്ട് വണ്ടി ഓടിക്കുന്ന ആൾക്കാരെ പോലെ തന്നെയാണ്, അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇല്ലാണ്ട് കാർ ഓടിക്കുന്നവരെ പോലെ തന്നെയാണ്. അത് സാഹസികമൊന്നുമല്ല, അത് ശുദ്ധ അസംബന്ധമാണ്, അത് വിവരക്കേടാണ്. ഓക്കെ, അതിന് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ശാസ്ത്രീയ പരിവേഷമൊക്കെ കൊടുത്തിട്ട് ഈ ഇലക്ട്രോൺസ്, ആൻറ്റി ഓക്സിഡൻസ്, ഈ പറഞ്ഞ കുന്തം കുടച്ചക്രം എന്നൊക്കെ പറയാമെങ്കിലും ഇറ്റ് ഈസ് ഓൾ അട്ടർ നോൺസെൻസ്. അബ്സല്യൂട്ട്ലി നോ സയൻറ്റിഫിക് ബേസിസ്. പ്രമേഹ രോഗികൾ നിർബന്ധമായിട്ടും അനുയോജ്യമായ പാദരക്ഷകൾ ധരിക്കണം. പാദങ്ങളുടെ സംരക്ഷണം പരമപ്രധാനമാണ്. കാരണം ഏറ്റവും കൂടുതൽ കാല് മുറിച്ചു കളയേണ്ടി വരുന്ന ഈ റോഡ് അപകടങ്ങൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ കാരണമാവുന്ന പ്രമേഹമാണ്. ആൻഡ് പ്രമേഹ കാരണം ഈ ആംപിറ്റേഷൻ, കാല് അല്ലെങ്കിൽ കാൽപാദത്തിൻ്റെ ഒരു ഭാഗം മുറിച്ചു കളയേണ്ടി വരുന്ന അവസ്ഥ 90% പോട്ടെ 95%ലും അവോയ്ഡബിൾ ആണ്, പ്രിവെൻറ്റബിൾ ആണ്, നമുക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. കൃത്യമായ അറിവുണ്ടാവണം. ഇത്തരത്തിലുള്ള വിവരക്കേടുകൾ വിശ്വസിക്കരുത്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങളുടേതായ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ദയവായിട്ട് എഴുതി അറിയിക്കുക. ഞാൻ മനഃപൂർവ്വം ഈ പോർട്ടലിൻ്റെ പേര് പറയാതിരിക്കുകയാണ്.
നിങ്ങൾക്കത് സെർച്ച് ചെയ്തെടുക്കാം. ഇറ്റ് ഈസ് ഓൾ ഓവർ ദർ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.